വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇടിമുട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് വേണ്ടിയത് അതനുസരിച്ച് മുട്ട എടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇഡ്ഡലിയുടെ തട്ടിലാണ്. അപ്പോൾ ഒരു ഇഡ്ഡലിയുടെ തട്ട് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിൽ എല്ലാ തട്ടിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിനകത്ത് മുട്ട ഒഴിച്ച് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ മുട്ടയായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയുടെ തട്ടിൻ്റെ കുറച്ച് കുഴി കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ മുട്ട നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എൻ്റെ ഇഡ്ഡലിയുടെ തട്ടിന് കുഴി കുറവാണ്, പക്ഷേ മുട്ടയുടെ വലിപ്പം കുറച്ച് വലുതാണ്. അപ്പോൾ അതനുസരിച്ച് എടുക്കണം. ഇനി നമ്മളിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. ഇപ്പം ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലിയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞയൊന്നും പൊട്ടിപ്പോവരുത്. പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം എടുക്കുക. നമുക്കിതുപോലെ ഇഡ്ഡലി ഇളക്കിയെടുക്കുന്ന പോലെ ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഈ മഞ്ഞ പുറത്ത് പോവാതെ സൂക്ഷിക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മധ്യത്ത് നല്ല കളറിൽ മഞ്ഞ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടൊരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ വെളുത്തുള്ളി പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പേസ്റ്റ് ആക്കുന്നെങ്കിലും അങ്ങനെ ചേർക്കണം, അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ പൊരിക്കാനൊക്കെ മസാല തയ്യാറാക്കുന്ന പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. മസാല ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മസാല തയ്യാറാക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ മീനിൻ്റെ പുറത്ത് മസാല പുരട്ടുന്ന പോലെ ഈ മുട്ടയുടെ അകത്തുള്ള മഞ്ഞ പുറത്ത് പോവാതെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ആ മസാലയുടെ അളവനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ചേർക്കുന്ന മസാല പോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിതെല്ലാം മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. മസാല ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഓൾറെഡി ആ എഗ്ഗ് കുക്കായതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാനും അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ്. നല്ല സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇപ്പം നന്നായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.